ബീഹാറിൽ നീറ്റ് ചോദ്യപേപ്പർ ചോർന്നു. സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗമാണ് ഇക്കാര്യം കണ്ടെത്തിയത്. പരീക്ഷ എഴുതിയ 9 പേരോട് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ അന്വേഷണ സംഘം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയോട് ചില വിവരങ്ങൾ തേടിയതായി അന്വേഷണ സംഘം അറിയിച്ചു. നോബൽ ബാരിക്കാരൻ നമുക്കൊപ്പം ചേരുന്നു. നോബൽ ബാരിക്കാരൻ, നീറ്റല്ല എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. ഇപ്പോൾ ഗുജറാത്തിലും ബീഹാറിലും ഈ ചോദ്യപേപ്പർ ചോർച്ച ഉണ്ടായി എന്നതാണ് സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗവും പോലീസും ഒക്കെ സംശയിക്കുന്നത്. ഇതിൽ ബീഹാറിൽ നിന്നുള്ളവരോടാണ് ഇപ്പോൾ ചോദ്യം ചെയ്യൽ ഹാജരാകാൻ അറിയിച്ചിരിക്കുന്നത്. അതായത് നീറ്റ് പരീക്ഷയിൽ നാഷണൽ ടെസ്റ്റിംഗ് അതോറിറ്റി പറഞ്ഞതുപോലെ എല്ലാ കാര്യങ്ങളും എന്നുള്ളത് വെളിപ്പെടുകയാണോ? അരുൺ, നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് NTA പറഞ്ഞ കാര്യങ്ങൾ അതേപടി ശരിയല്ല എന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. പ്രത്യേകിച്ച് ഇന്നലെ കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ അടക്കം ഇക്കാര്യത്തിൽ ചില പ്രശ്നങ്ങൾ കണ്ടെത്തിയതായി വ്യക്തമാക്കിയിരുന്നു. 2 ഇടത്താണ് പ്രശ്നങ്ങൾ കണ്ടെത്തിയത് എന്നും അദ്ദേഹം പറഞ്ഞു. എന്താണെങ്കിലും ബീഹാറിൽ ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്നതുമായി ബന്ധപ്പെട്ട അന്വേഷണം അത് ഊർജിതമായിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ വിവരം ഉള്ളത്. നിലവിൽ 13 പേരെ, അതായത് വിദ്യാർത്ഥികളടക്കം 13 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒപ്പം 30 ലക്ഷം രൂപയുടെ പോസ്റ്റ് ഡേറ്റഡ് ചെക്കുകളും കണ്ടെത്തി എന്നും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് 9 വിദ്യാർത്ഥികളോട് ചോദ്യം ചെയ്യൽ ഹാജരാകാനുള്ള നിർദ്ദേശവും ഇപ്പോൾ നൽകിയിട്ടുണ്ട്. അതിൽ 7 പേർ ബീഹാർ സ്വദേശികളും 2 പേർ ഉത്തർപ്രദേശ് സ്വദേശികളുമാണ് എന്നാണ് ഇപ്പോൾ വിവരം ഉള്ളത്. നേരത്തെ തന്നെ ഈ നീറ്റുമായി ബന്ധപ്പെട്ട പരീക്ഷാഫലം വന്നതിന് പിന്നാലെ വലിയ പ്രതിഷേധമാണ് ഈ വിഷയത്തിൽ ഉയർന്നിരുന്നത്. പ്രത്യേകിച്ച് വിദ്യാർത്ഥി സംഘടനകളടക്കം ഇതിൽ CBI അന്വേഷണം അടക്കം ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്ത് വരികയും ചെയ്തിട്ട് അത്തരത്തിൽ വലിയ തരത്തിൽ ഈ പ്രതിഷേധം നിൽക്കുമ്പോഴാണ് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ ഈ ഘട്ടത്തിൽ പുറത്തേക്ക് വരുന്നത്. എന്താണെങ്കിലും നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലവിലത്തെ സാഹചര്യത്തിൽ കൂടുതൽ അന്വേഷണം നടക്കും എന്നാണ് മനസ്സിലാവുന്നത്. ആ അന്വേഷണത്തിൻ്റെ പശ്ചാത്തലത്തിൽ വരികയാണെങ്കിൽ നിലവിൽ ഇതിനോടകം തന്നെ ഈ പല ഉദ്യോഗസ്ഥരോടുൾപ്പെടെ വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട് വിവിധ ഏജൻസികൾ. നിലവിൽ ഇപ്പോൾ ബീഹാറിലെ സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗമാണ് ഇതിൽ ഈ ചോദ്യപേപ്പറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ 30 ലക്ഷം രൂപയുടെ പോസ്റ്റ് ഡേറ്റഡ് ചെക്കും അതോടൊപ്പം തന്നെ 13 പേരെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിരിക്കുന്നത്. 9 പേരുടെ ചോദ്യം ചെയ്യൽ ഹാജരാകാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്താണെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ ഒരുപക്ഷെ NTAയുടെ ഉദ്യോഗസ്ഥർ തന്നെ ഇതിൽ പങ്കാളികളായിട്ടുണ്ടോ എന്ന ചോദ്യമാണ് പ്രധാനമായും ഉയരുന്നത്. ഇന്നലെ തന്നെ കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഈ NTAയിലെ ഉദ്യോഗസ്ഥർക്ക് ഇതിൽ പങ്കുണ്ടെങ്കിൽ കർശനമായ നടപടി സ്വീകരിക്കും എന്ന് വ്യക്തമാക്കിയിരുന്നു. അത്തരത്തിൽ ഉദ്യോഗസ്ഥർക്കടക്കം ഇതിൽ പങ്കുണ്ടെങ്കിൽ സ്വാഭാവികമായും വലിയ തരത്തിലുള്ള ആക്ഷേപം ഇനിയും ഉയരാനുള്ള സാധ്യതയാണുള്ളത്. എന്താണെങ്കിലും സുപ്രീം കോടതി മേൽനോട്ടത്തിൽ അന്വേഷണം അടക്കം ഇതിൽ പല രാഷ്ട്രീയ പാർട്ടികളും ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. പാർലമെൻറ്റ് സമ്മേളനത്തിലടക്കം ഈ വിഷയം വലിയ തരത്തിൽ ചർച്ചയാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിനിടയിലാണ് ഇപ്പോൾ കൂടുതൽ ആളുകളെ ചോദ്യം ചെയ്യലിന് വേണ്ടി ബീഹാറിലെ സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗം വിളിച്ചിരിക്കുന്നത്. അരുൺ, റൈറ്റ്. നോബൽ, വളരെ ആശങ്കയുണ്ടാക്കുന്ന വാർത്തയാണിത്. മാത്രവുമല്ല, ഇന്നലെ ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞത് NTAയിലെ ഏതെങ്കിലും ഉദ്യോഗസ്ഥർക്ക് ഈ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധമുണ്ടെങ്കിൽ നടപടി എടുക്കുമെന്നാണ്. നടപടി എടുത്തല്ലേ മതിയാവത്തുള്ളൂ. പക്ഷേ സർക്കാർ പ്രതിസന്ധിയിലാകാൻ പോകുന്നത് ഈ വിഷയം പാർലമെന്റിൽ ഉന്നയിക്കാൻ പോകുന്നു. ഗുജറാത്തിലും ബീഹാറിലും ഇത്തരത്തിലുള്ള ചോദ്യപേപ്പർ ചോർച്ച സംശയിക്കുന്നുവെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത്. ഒരു സ്കൂളിൽ ഇത്തരത്തിൽ പരീക്ഷ നടക്കുന്ന സ്കൂളിലേക്ക് അവിടെ പരീക്ഷ എഴുതാൻ വരുന്ന വിദ്യാർത്ഥികളെ തന്നെ നേരത്തെ തന്നെ ക്രമീകരിച്ച് അവരുടെ കയ്യിൽ നിന്ന് 10 ലക്ഷം രൂപ വീതം വാങ്ങി അവർ ചോദ്യപേപ്പറിൻ്റെ ഉത്തരം എഴുതി കഴിഞ്ഞാൽ, കുറച്ച് ഭാഗം മാത്രം എഴുതി കഴിഞ്ഞാൽ ബാക്കിയുള്ളതെല്ലാം ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ അധ്യാപകർ തന്നെ അവിടുത്തെ വന്നിരുന്ന് പൂരിപ്പിച്ചു കൊടുക്കുന്നു എന്ന തരത്തിലേക്കൊക്കെ കാര്യങ്ങൾ വരുന്നു എന്നാണ് സംശയിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ NTAയുടെ വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുന്നു. നീറ്റ് പരീക്ഷ ഈ പറയുന്ന പോലെ ഗ്രേസ് മാർക്കിൻ്റെ വിഷയം മാത്രമല്ല, ചോദ്യപേപ്പർ ചോർന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അങ്ങനെ വരുന്നൊരു സാഹചര്യത്തിൽ നീറ്റ് പരീക്ഷ ഈ ഗ്രേസ് മാർക്കിലെ പുനഃക്രമീകരണം മാത്രം മതിയാവില്ല എന്നാണ് മനസ്സിലാവുന്നത്. എന്തായാലും സർക്കാരിന് മേൽ വലിയ രീതിയിലുള്ള ഒരു തലവേദനയായി മാറിയിരിക്കുകയാണ് ഈ നീറ്റ് പരീക്ഷാ വിവാദം.